അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ഇതാ സ്വർഗ്ഗാവകാശി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരും, താമസിയാതെ ഒരു സ്വർഗ്ഗക്കാരൻ നിങ്ങളിലേക്ക് കടന്നു വരുമെന്ന് പറഞ്ഞു. സ്വഹാബാക്കളൊക്കെ ആകാംക്ഷയോടെ നോക്കിയപ്പോൾ അൻസാരിയായ ഒരു ചെറുപ്പക്കാരൻ ഇടത് കൈയിൽ ചെരുപ്പും പിടിച്ച് താടിരോമങ്ങളിലൂടെ ഉളൂഇന്റെ വെള്ളം ഇങ്ങനെ ഇറ്റിക്കൊണ്ട് പള്ളിയുടെ അകത്തളങ്ങളിലേക്ക് കയറി വരുന്നുണ്ട്. പിറ്റേ ദിവസവും നബി തങ്ങളും സ്വഹാബാക്കളും ഇരിക്കുമ്പോൾ നബി തങ്ങൾ വീണ്ടും പറഞ്ഞു, ഇതാ ഒരു സ്വർഗ്ഗക്കാരൻ നിങ്ങളുടെ സദസ്സിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. ഇന്നലെ വന്നവരാണ് ഇന്ന് വന്നത്. ഇന്നും പറഞ്ഞു നബി തങ്ങൾ, ഇന്നും ഒരാൾ കടന്നു വരുമെന്ന്. 3 ദിവസം തുടർച്ചയായി കടന്നു വന്നത് ഒരേ ഒരാളാണ്. ചുരുപ്പ് ഇടതുകയിൽ പിടിച്ചിട്ട് ഉളൂഇന്റെ വെള്ളം താടിരോമങ്ങളിലൂടെ ഇറ്റ് വീഴുന്ന ഒരു അൻസാരിയായ ഒരു സഹോദരൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ സദസ്സിലേക്ക് കടന്നു വന്നപ്പോ ആനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് തങ്ങളാണെന്ന് തോന്നുന്നു. പഠിക്കാൻ തയ്യാറായി. എന്തുകൊണ്ടാണ് അദ്ദേഹം സ്വർഗ്ഗക്കാരനായത്? നമ്മൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ പഠിക്കാത്തത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ഒരാൾ മരണപ്പെടുന്നുവെങ്കിൽ അയാൾ അങ്ങനെ മരണപ്പെടാനുള്ള കാരണം എന്തായിരുന്നു? അയാളുടെ പ്രത്യേകത നമ്മൾ പഠിക്കണം. നമ്മൾക്ക് അങ്ങനെ മരണപ്പെടണ്ടേ? ഒരാളുടെ ആദ്യത്തെ വാക്കും അവസാനത്തെ വാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിനിടയിൽ 1000 വർഷം അയാൾ ജീവിച്ചാലും അയാളുടെ തിന്മകളെ കുറിച്ച് അല്ലാഹു നാളെ ചോദ്യം ചെയ്യൂല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ആദ്യത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതെങ്ങനെയാവുന്നു? ആദ്യത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നെങ്ങനെയാവും? ഉമ്മമാരാണ്, സ്ത്രീകളാണ് അധ്വാനിക്കേണ്ടത്. പ്രസവിച്ച മക്കളെ അനാവശ്യമായ സംസാരങ്ങൾ, പ്രസവിച്ച് മുലപ്പാൽ നൽകുന്ന മക്കളുടെ മുമ്പിൽ നിങ്ങൾ നടത്തരുത്. അനാവശ്യമായ വർത്തമാനങ്ങൾ ഒരിക്കലും നമ്മുടെ മക്കളുടെ മുമ്പിൽ സംസാരിക്കരുത്. നിരന്തരമായി പാല് കൊടുക്കുമ്പോഴും തൊട്ടിൽ വെച്ച് ആട്ടുമ്പോഴൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതൊരു മനോഹരമായ താരാട്ടുപാട്ടാണിത്. മനോഹരമായ താരാട്ടുപാട്ടാണിത്. ഇത് പാടേണ്ട രീതിയിൽ പാടിയിട്ട് വേണം മുലപ്പാല് കൊടുക്കേണ്ടത്. കുട്ടിയെ നമ്മൾ ഉറക്കേണ്ടത്. നിരന്തരമായി ഈ പാട്ടാണ് നമ്മൾ, വേറൊരു പാട്ടും വേണ്ട. നിരന്തരമായി ഈ പാട്ടാണ് നമ്മുടെ മക്കൾക്ക് നമ്മൾ താരാട്ടുപാട്ടായി ഉപയോഗിക്കുന്നതെങ്കിൽ ആ മക്കൾ ആദ്യമായി സംസാരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാകുമെന്നതിൽ സംശയമേ ഇല്ല. പിന്നെ ഉപ്പയാണ്, ഉമ്മയാണ്, ബാപ്പച്ചിയാണ്, ഉമ്മച്ചിയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ആദ്യം സംസാരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാവട്ടെ മുഅ്മിനീങ്ങളെ. അങ്ങനെയായി കഴിഞ്ഞു. ഇനി ആ കുട്ടി മരണപ്പെടുന്ന സമയത്ത് അവസാനമായി സംസാരിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ അതിനിടയിൽ എത്രയോ നൂറുകണക്കിന് വർഷങ്ങൾ ജീവിച്ചാലും അവർ ചെയ്ത തിന്മകളെ കുറിച്ച് അല്ലാഹു ചോദ്യം ചെയ്യൂല എന്ന ഹദീസുകളിൽ കാണാം. അപ്പൊ നമ്മൾ പഠിക്കണം എങ്ങനെ ഇവർക്ക് അങ്ങനെ മരണപ്പെടാൻ കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ല, വലിയ വലിയ മഹാന്മാരുടെ മരണമൊന്നും വഫാത്തൊന്നുമില്ല. ലത്തീഫത്ത് ഉസ്താദിന്റെയോ കാളമ്പാട് ഉസ്താദിന്റെയോ ശൈഖുനാ ചെറുശ്ശേരി ഉസ്താദ് അവരുടെ ശംസുൽ ഉലമ ഇവരുടേതൊന്നും അല്ല ഞാൻ പറയുന്നത്. ഇവരൊക്കെ പ്രഗത്ഭരായ മഹാന്മാരാണ്, സാധാ തനിനാടന്മാരായ ആളുകൾ. എങ്ങനെ അവർക്ക് ഇങ്ങനെ മരണപ്പെടാൻ കഴിഞ്ഞു എന്നൊന്ന് പഠിക്കണം നമ്മൾക്ക്. അപ്പോഴാണ് മനസ്സിലാകുന്നത് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രത്യേകത. അവർ നാവ് സൂക്ഷിച്ചു എന്നതായിരിക്കും. ഈ അടുത്ത് കാസർഗോഡ് ജില്ലയിൽ ഒരു ഖബറിൽ മരണപ്പെട്ടു പോയ മയ്യിത്ത് കണ്ട കഥകൾ നമ്മൾ കേട്ടവരാണ് ബഹുഭൂരിഭാഗം ആളുകളും. അവരെ കുറിച്ച് അവരുടെ മക്കൾ പറഞ്ഞത് നാവ് സൂക്ഷിക്കുകയും സൽസ്വഭാവി ആയിരുന്നു എന്നാണ്. അതേപോലെ തന്നെ സ്വർഗ്ഗക്കാരനാണെന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ അൻസാരിയായ സ്വഹാബിയുടെ പ്രത്യേകത എന്താണ് എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് തങ്ങൾ പഠിച്ചപ്പോൾ മനസ്സിലായത് അദ്ദേഹത്തിന് ഒരാളോടും ചുടിയില്ല, ഒരാളോടും പിണക്കമില്ല, ഒരാളോടും അസൂയയില്ല, ഒരാളോടും വൈരാഗ്യമില്ല, ഒരാളെ കുറിച്ചും വേണ്ടാത്തത് പറയാറില്ല, ഒരാളെ കുറിച്ചും വേണ്ടാത്തത് സംസാരിക്കാറില്ല. എല്ലാവരോടും സ്നേഹമാണ്, എല്ലാവരെ കുറിച്ചും നല്ലതേ പറയാനുള്ളൂ. അതുകൊണ്ടാണ് അയാൾ സ്വർഗ്ഗത്തിലെത്തിയത് എന്ന് പഠനം നടത്തിയ മഹാനായ സഹാബി വ്യക്തിക്ക് മനസ്സിലായി. അതേപോലെ തന്നെയാണ് നമ്മളും ചെയ്യേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ഒരാൾ മരണപ്പെടുന്നത് ആഖിബത്ത് നന്നായി മരണപ്പെട്ടതിന്റെ ലക്ഷണമാണത്. എന്തുകൊണ്ട് അവർക്ക് സാധിച്ചു എന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും അവർ നാവ് സൂക്ഷിച്ചവരാണ് എന്ന്. എന്റെ ഭാര്യ പിതാവ് അങ്ങനെ മരണപ്പെട്ട ആളാണ്. ജീവിതത്തിൽ നാവ് കൊണ്ട് ഒരാളെ പോലും വേദനിപ്പിക്കാത്ത വ്യക്തിയാണ് അദ്ദേഹം.
ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത, വീട്ടിലേക്ക് കടന്നു വരുന്ന മൃഗങ്ങളോ കോഴികളോ ഒരു പൂച്ചയെ പോലും ജീവിതത്തിൽ നോവിക്കാത്ത, നാവ് കൊണ്ട് മറ്റൊരാളെ കുറിച്ച് ഒരു വാക്ക് പോലും വേണ്ടാത്തത് പറയാത്ത വ്യക്തിയാണ് അദ്ദേഹം. വലിയ ആബിദൊന്നുമില്ല, വലിയ ഇബാദത്തൊന്നുമില്ല, സാധാ മനുഷ്യൻ. 5 നേരത്തെ നിസ്കാരം അത്രയുള്ളൂ, പ്രത്യേകമായിട്ട് വേറെ ഇബാദത്തൊന്നുമില്ല. പക്ഷേ നാവ് വളരെ പ്രധാനമാണ്. നാവ് വളരെ പ്രധാനമാണെന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമാണ് നാവ്. മരണപ്പെട്ടപ്പോൾ ആളുകൾ പറഞ്ഞത് അദ്ദേഹം ഒരു മൃഗത്തെ പോലും ഒരു ജന്തുവിനെ പോലും നോവിക്കാത്തൊരു പച്ചപ്പാവമാണെന്ന്. അതുപോലെയാവണം നമ്മുടെ നാവ് സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ ഈമാൻ സലാമത്തായി മരണപ്പെടാൻ സാധിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ചെറിയ 10 വയസ്സുള്ള അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളോടാണ് പറയുന്നത്, പൊന്നുമോനെ, നീ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ അല്ലാഹു നിന്നെ സൂക്ഷിക്കുമെന്ന്. ആ സൂക്ഷിക്കുന്നതിന്റെ ഭാഗമാണ് കണ്ണ്, സൂക്ഷിക്കുന്നതിന്റെ ഭാഗമാണ് ചെവി, സൂക്ഷിക്കുന്നതിന്റെ ഭാഗമാണ് നാവ്. നാവ് സൂക്ഷിച്ചാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ഈമാൻ സലാമത്തായി മരണപ്പെടാനും ദുനിയാവിലെയും ആഖിറത്തിലെയും വിജയം നൽകുമെന്നതിന് സംശയമില്ല. പിന്നെ നമ്മുടെ കാലുകളും നമ്മുടെ കൈകളും നമ്മുടെ ഹൃദയങ്ങളും എല്ലാം അല്ലാഹുവിന് വേണ്ടി സൂക്ഷിക്കാൻ നമ്മൾ തയ്യാറായാൽ ഇൻഷാ അല്ലാഹ് അപകടങ്ങളിൽ നിന്ന്, മാറാ രോഗങ്ങളിൽ നിന്ന്, ശർറായ ഖലായിൽ നിന്ന്, അല്ലാഹുവിന്റെ പ്രകൃതിയുടെ ദുരന്തങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ സംരക്ഷിക്കാതിരിക്കില്ല. അല്ലാഹു തആല ശത്രുക്കളുടെ ശത്രുതയിൽ നിന്ന്, സാഹിറന്മാരുടെ സിഹറിൽ നിന്ന്, അസൂയാലുക്കളുടെ അസൂയയിൽ നിന്ന്, അതേപോലെ അക്രമികളുടെ അക്രമങ്ങളിൽ നിന്ന് അല്ലാഹുവിന്റെ സംരക്ഷണം അത്ഭുതകരമായ രീതിയിൽ ആസ്വദിക്കാൻ നമ്മൾക്ക് കഴിയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. തങ്ങൾ ഉപദേശിക്കുന്നത് അങ്ങനെയാണ്. വിളിക്കുമ്പോ ആ ഒരു സ്നേഹവും ആ ഒരു സ്നേഹപ്രകടനവും കാണണം. ഏറ്റവും ഇഷ്ടപ്പെട്ട നാമം കൊണ്ട് അവരെ വിളിക്കണം. യാ ഗുലാം, പൊന്നുമോനെ, ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരട്ടെയോ? അത് ജീവിതത്തിൽ പകർത്തിയാൽ നിങ്ങൾക്ക് ഉപകരിക്കുമെന്നാ പറഞ്ഞത്. ഉപകാരമുള്ള വിഷയമല്ലേ ഇത്? എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിനെ നീ സൂക്ഷിച്ചാൽ അല്ലാഹുവിനെ മുമ്പിൽ കണ്ടെത്താമെന്ന്. മുമ്പിലേക്ക് അല്ലാഹുവിനും അപകട സമയങ്ങളിൽ അല്ലാഹു മുമ്പിലുണ്ടാകും പറഞ്ഞ ഉദാഹരണം ഞാൻ പറയാം. ചെറുവത്തൂര് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ ഒരു കണ്ണിന് കാഴ്ചശക്തി ഇല്ലാത്തൊരു മനുഷ്യൻ എന്നോട് പറഞ്ഞു, എന്റെ മഹല്ലുകാരനാണ്, മാലിക് ദിനാർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. എന്നിട്ട് പാളത്തിലൂടെ ട്രാക്കിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. പെട്ടെന്നാണ് ട്രെയിനിന്റെ ഒരു ശബ്ദം, ചൂളം വിളി കേട്ടത്. എവിടെ നിന്നാണ് വരുന്നതെന്ന് കണ്ണിന് കാഴ്ചശക്തി ഇല്ലാതെ അദ്ദേഹത്തിന് അറിയില്ല. അങ്ങനെ ശക്തമായ ശബ്ദം, ട്രെയിൻ വരുന്ന ശബ്ദമാണത്. ട്രെയിനിന്റെ ശബ്ദം അടുത്തൊടുത്ത് വരുമ്പോഴേക്കും ആരോ ഒരാൾ കടന്നു വന്ന് എന്നെ തള്ളിയിട്ടു, ട്രാക്കിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിട്ടു. എന്നിട്ട് എന്റെ കൈ പിടിച്ചു. നോക്കുമ്പോൾ ട്രെയിൻ കടന്നുപോയി. എന്റെ കൈ പിടിച്ചു. എങ്ങോട്ടാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മാലിക് ദിനാറിലേക്കാണെന്ന്. എന്നിട്ട് എന്നെ മാലിക് ദിനാറിലേക്ക് കൊണ്ടുപോയി തിരിച്ചുപോയി. അദ്ദേഹം ആരാണെന്ന് അയാൾക്കറിയില്ല. നല്ലൊരു മനുഷ്യനാണ്, സദാസമയവും ദിക്ർ ചൊല്ലിക്കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. ആരാണ് രക്ഷപ്പെടുത്തിയത്? അതാണ് അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ അല്ലാഹുവിനെ മുമ്പിൽ കണ്ടെത്താമെന്ന് പറഞ്ഞത്. നിങ്ങളുടെ മുമ്പിൽ അല്ലാഹുവിനെ കണ്ടെത്താം. ഇത്തരം അപകടമുള്ള സമയങ്ങളിൽ സഹായിക്കാൻ അല്ലാഹു കടന്നു വരുമെന്ന് പറഞ്ഞത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീകുണ്ടാരത്തിലേക്ക് വീണപ്പോ കത്തി അമർന്നു പോകുന്നതിന് പകരം അല്ലാഹുവിന്റെ അല്ലാഹു തആലയെ ജീവിതത്തിൽ സൂക്ഷിച്ചത് കാരണത്താൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ താടി രോമങ്ങളിൽ നിന്ന് ഒരു രോമം നരബാധിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ സർവസ്തുതിയും നിനക്കാണ് റബ്ബേ. ഇന്നവരെ ഈ താടി രോമം നരബാധിക്കുന്നത് വരെ, അഥവാ എപ്പോഴാണ് ഒരാളുടെ താടി രോമം നരബാധിച്ചു തുടങ്ങുന്നത്? വയസ്സാകുമ്പോഴാണ്. താടി രോമത്തിന് നരബാധിച്ചു തുടങ്ങിയാൽ അയാൾ വയസ്സന്മാരുടെ ലിസ്റ്റിലേക്ക് കയറി എന്നാണ് അർത്ഥം. അദ്ദേഹം പറയാണ്, ഇതുവരെ കണ്ണിമ വെട്ടുന്ന ഒരു തെറ്റുപോലും എന്റെ ജീവിതത്തിൽ വന്നില്ലല്ലോ, അൽഹംദുലില്ലാഹ്. കണ്ണിമ വെട്ടുന്ന ഒരു തെറ്റുപോലും ഞാൻ ചെയ്തിട്ടില്ല. ഏതുവരെ? താടി രോമം നിരക്കുന്നത് വരെ.
അങ്ങനെ അള്ളാഹുവിനെ സൂക്ഷിച്ചത് കൊണ്ടാണ് തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ തീൻ അള്ളാഹു എസിയാക്കി മാറ്റിയത്, എയർ കണ്ടീഷന്റെ എയർ ആക്കി മാറ്റിയത്, ചൂടില്ലാത്ത തണുപ്പില്ലാത്ത നല്ലൊരു അന്തരീക്ഷമാക്കി മാറ്റിയത് അള്ളാഹുവിനെ സൂക്ഷിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് അള്ളാഹു ഇത്തരം ഈ രീതിയിൽ അത്ഭുതകരമായ സഹായങ്ങൾ അള്ളാഹു നമ്മൾക്ക് നൽകാതിരിക്കില്ല. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂർത്ത കല്ലുകളുമായി ആക്രമിക്കാൻ വന്ന ഉമ്മു ജമീൽ എന്ന് പറയുന്ന അബൂലഹബിന്റെ ഭാര്യ അള്ളാഹുവിന്റെ ഹബീബിനെ വധിക്കാൻ വേണ്ടി കൂർത്ത കല്ലുകളുമായി കടന്നു വന്നിട്ട് നബി തങ്ങളുടെ സമീപത്തേക്ക് എത്തിയപ്പോ അള്ളാഹുവിന്റെ ഹബീബിനെ കാണാതെ തിരിച്ചുപോയത്, അള്ളാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ അള്ളാഹു തആല മലക്കുകളെ ഇറക്കിക്കൊണ്ട് മറയിട്ട് കൊടുത്തത്, സിദ്ദീഖ് തങ്ങളോട് ദേഷ്യപ്പെട്ടുകൊണ്ട് എവിടെ നിന്റെ മുഹമ്മദ് എന്ന് ചോദിച്ച്, മുഹമ്മദിനോട് പറ ഞാൻ ആരാണ്, നിന്റെ കുടുംബം ആരാണെന്ന് പറഞ്ഞേക്ക്, എന്നോട് കളിക്കരുത് എന്ന് പറഞ്ഞേക്ക്, ഈ കല്ലുകൊണ്ട് ഞാൻ മുഹമ്മദിനെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് ഡയലോഗ് അടിച്ച് തിരിച്ചുപോയത്. തൊട്ടുപുറത്ത് അള്ളാഹുവിന്റെ ഹബീബുള്ളത് കാണാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ നിന്റെ മുമ്പിലേക്ക് അള്ളാഹു കടന്നു വരുമെന്നാണ്. അതേ ഹബീബ് തന്നെയാണ് പരിശുദ്ധമായ തൗറന്ന ഗുഹയിലിരിക്കുമ്പോ ശത്രുക്കൾ ഗുഹാമുഖത്തേക്ക് എത്തി. ആ സമയത്ത് അള്ളാഹു തആല പെടുന്നനെ ഒരു വൃക്ഷം നട്ടുവളർത്തുന്നത്, പെട്ടെന്ന് തന്നെ അത്ഭുതകരമായ ഒരു മരം നട്ടുവളർത്തുന്നത് ഗുഹയുടെ മുമ്പിൽ, പെട്ടെന്ന് തന്നെ പ്രാവിനോട് മുട്ടയിടാൻ പറയുന്നത്, ചിലന്തിയോട് വല നെയ്യാൻ പറയുന്നത്, എന്നിട്ട് പോലും ഗുഹാമുഖത്തേക്ക് എത്തിയ ശത്രുക്കൾക്ക് താഴോട്ട് നോക്കാനുള്ള മനസ്സ് കൊടുക്കാത്തത്, താഴോട്ട് നോക്കാനുള്ള ചിന്ത കൊടുക്കാത്തത്, അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിച്ചതുകൊണ്ടും അള്ളാഹുവിൽ പൂർണ്ണമായി ബലമേൽപ്പിച്ചതുകൊണ്ടും അത്ഭുതകരമായ സഹായം അള്ളാഹു നൽകുകയാണത്. ഈ രീതിയിൽ നമ്മളൊക്കെ ചെയ്താൽ നമ്മുടെ കണ്ണുകളെ, നമ്മുടെ ചെവികളെ, നമ്മുടെ കാലുകളെ, നമ്മുടെ കൈകളെ, നമ്മുടെ നാവിനെയും നമ്മുടെ ഹൃദയങ്ങളെയും ഹറാമിലേക്ക് പോവാതെ ഇനി തീരെ ഹറാമിലേക്ക് പോവില്ല എന്ന് ഞാൻ പറയുന്നില്ല. മനുഷ്യരാകുമ്പോ തെറ്റുകൾ വന്നേക്കാ, കണ്ണുകൾ കൊണ്ട് ഹറാമ് കണ്ടേക്കാ, കൈകൾ കൊണ്ട് ഹറാമ് ചെയ്തേക്കാ, കാലുകൾ കൊണ്ട് ഹറാമിലേക്ക് നടന്നേക്കാ, മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് വേണ്ടാത്തത് ചിന്തിച്ചേക്കാം. പക്ഷേ ഇത്തരം തെറ്റുകൾ കടന്നു വരുന്ന സമയങ്ങളിൽ പെട്ടെന്ന് ബോധോദയമുള്ളവരാകണം നമ്മൾ. إن الذين اتقوا إذا مسهم طائف من الشيطان تذكروا فإذا هم مبصرون. ആരാണ് തഖ്വയുള്ളവർ? ആരാണ്? إن الذين اتقوا തഖ്വയുള്ള ആളുകൾ, തഖ്വയുള്ള ആളുകൾ ഇദാ മസ്സഹും ത്വായിഫുൻ മിനശ് ശൈത്വാൻ, പൈശാചികമായ ചിന്തകൾ കടന്നു വന്നുപോയാൽ അഥവാ ഒരു തെറ്റ് ജീവിതത്തിൽ വന്നുപോയാൽ തദക്കറൂ, അവരുടനെ അല്ലാഹുവിനെ ഓർക്കുന്നവരാണ്. അല്ലെങ്കിൽ തെറ്റു ചെയ്യാൻ സാഹചര്യം ഉണ്ടാകുന്ന സമയങ്ങളിൽ തെറ്റിലേക്ക് അകപ്പെടാതെ തദക്കറൂ, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് തെറ്റിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ്. അതല്ല, ജീവിതത്തിൽ തെറ്റ് വന്നുപോയാൽ ഉടനെ തന്നെ അല്ലാഹുവിനെ ഓർത്ത് തൗബ ചെയ്ത് മടങ്ങുന്നവരാണ് മുത്തഖീങ്ങൾ. എല്ലാവരും തീരെ തെറ്റ് ചെയ്യൂല എന്നും പറയാൻ കഴിയില്ല. മലക്കുകളാണ് തെറ്റ് ചെയ്യാത്തത്. അള്ളാഹുവിന്റെ കൽപ്പനകളെ ധിക്കരിക്കാത്തവരാണ് മലക്കുകൾ. എന്നാൽ മനുഷ്യന്മാർ അങ്ങനെയല്ല. മനുഷ്യന്മാരെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് കുല്ലു ബനി ആദമ ഖത്താഉൻ വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ, മനുഷ്യരൊക്കെ തെറ്റുകാരാണ്, തെറ്റുകാരിൽ അള്ളാഹുവിന് ഇഷ്ടം തൗബ ചെയ്യുന്നവരോടാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിന്റെ ശേഷം മഅസൂമായ ഒരാളും ലോകത്തേക്ക് കടന്നു വന്നിട്ടില്ല. മഅസൂം എന്ന് പറഞ്ഞാൽ തെറ്റിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ട ഒരാളും കടന്നു വന്നിട്ടില്ല. അവസാനം അങ്ങനെ ഒരു തെറ്റ് ചെയ്യാത്ത ഒരാൾ അള്ളാഹുവിന്റെ ഹബീബാണ്. അഥവാ ഹബീബിന്റെ കാലശേഷം ആർക്കും തെറ്റുപറ്റാമെന്നാണ്. അങ്ങനെ തെറ്റുപറ്റിയ ആളുകളിൽ ഏറ്റവും നല്ലവർ ആരാണെന്ന് ചോദിച്ചാൽ വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ, ഏറ്റവും കൂടുതൽ തൗബ ചെയ്യുന്നവരാണ്. ആരാണോ ഇസ്തിഗ്ഫാർ വർദ്ധിക്കുന്നത്, ആരാണോ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത്, ആരാണോ ഖേദത്തോടുകൂടി അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ മടങ്ങുന്നത്, അവരാണ് അള്ളാഹുവിന്റെ ഇഷ്ടക്കാരെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. തൗബ ചെയ്യുന്നവർ ഇഷ്ടമാണ്, ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവർ ഇഷ്ടമാണ് അള്ളാഹുവിനെ. നാളെ ഖബറിലെത്തിയാൽ ഏറ്റവും ഉപകാരമുള്ളത് നമ്മൾ വർദ്ധിപ്പിച്ച ഇസ്തിഗ്ഫാർ ആയിരിക്കും. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ വഫാത്തിന്റെ ശേഷം അദ്ദേഹത്തെ സ്വപ്നത്തിൽ കാണുകയാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളിൽപ്പെട്ട ചില ആളുകൾ.
ചോദിച്ചു, നിങ്ങളുടെ ഖബറിടം എങ്ങനെയാണ്? നിങ്ങളുടെ ഖബറിടത്തിന്റെ സ്ഥിതി എന്താണ്? നിങ്ങൾ ഖബറിടത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ടോ? രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പോ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞത്, ഞാൻ ജീവിതത്തിൽ വർദ്ധിപ്പിച്ച ഇസ്തിഗ്ഫാറുകൾ എനിക്ക് എന്റെ ഖബറിടത്തിലേക്ക് വലിയ ഉപകാരം ചെയ്തു എന്ന് സ്വപ്നത്തിലൂടെ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. ഇസ്തിഗ്ഫാർ ആഖിറത്തിലും ദുനിയാവിലും വലിയ നേട്ടമാണ്. ദുനിയാവിലും വലിയ നേട്ടമാണ്. അത് സമ്പത്ത് അല്ലാഹു നൽകുന്നതാണ്. ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ ഇലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജഅൽ ലക്കും മൻ. എങ്ങനെ നമ്മുടെ കൂടെ നിൽക്കുമെന്നറിയോ? നമ്മുടെ ഈ ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ ഇങ്ങോട്ടേക്ക് അല്ലാഹു ഡൈവേർട്ട് ചെയ്യും. നീ ആരോഗ്യമുള്ള സമയത്ത് സുബഹിയും തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ടോ? ഉണ്ട്. രോഗിയായതുകൊണ്ട് നിസ്കരിക്കാത്തതാണ്. നിസ്കരിക്കാതെ തന്നെ കൂലി കിട്ടും. ആരോഗ്യമുള്ള സമയത്ത് ജമാഅത്തിന് പോയിട്ടുണ്ടോ? ഉണ്ട്. ഇപ്പൊ രോഗിയായതുകൊണ്ട് നിനക്ക് പോകാൻ കഴിയാത്തത്, പോവാതെ തന്നെ കൂലി കിട്ടും. ആരോഗ്യമുള്ള സമയത്ത് ഖുർആൻ ഓതിയിട്ടുണ്ടോ? ഉണ്ട്. രോഗിയായതുകൊണ്ട് ഓതാൻ കഴിയാത്തത്, ഓതാതെ തന്നെ കൂലി കിട്ടും. 10 വർഷം രോഗിയായിട്ട് കിടന്നാലും 10 വർഷവും നല്ല പ്രതിഫലം ഒരു അധ്വാനവും ഇല്ലാതെ. അതേപോലെ യാത്രക്കാർക്കും അങ്ങനെ എക്സ്ക്യൂസ് ഉണ്ട്. നാട്ടിലുണ്ടാകുന്ന സമയങ്ങളിൽ അള്ളാഹുവിന് വേണ്ടി സമയം ചെലവഴിച്ച് ഇബാദത്ത് എടുക്കുന്ന ആളുകൾ ഒരുപക്ഷേ ദീർഘദൂര യാത്രകളിൽ അവർക്ക് അമൽ ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പൊ നീ നാട്ടിൽ എങ്ങനെയാണോ ജീവിക്കുന്നത് ആ അമലുകൾ അള്ളാഹു നിന്റെ യാത്രയിലേക്ക് ഡൈവേർട്ട് ചെയ്യുമെന്നാണ്. യാത്രയിൽ നീ നിരന്തരമായി സുന്നത്തുകൾ നിസ്കരിക്കാറുണ്ട്, ഖുർആൻ ഓതാറുണ്ട്, സുന്നത്ത് നോമ്പുകൾ എടുക്കാറുണ്ട്. നാട്ടിലുണ്ടാകുന്ന സമയങ്ങളിൽ യാത്രയാകുമ്പോൾ നിനക്ക് ഇതൊന്നും സാധിക്കുന്നില്ല. കുഴപ്പമില്ല, നിന്റെ ആ നാട്ടിലുണ്ടാകുന്ന സമയത്തുള്ള ആരാധനകളെ ഇബാദത്തുകൾ അല്ലാഹു ഇങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യും. അല്ലാഹു പറയാണ്, നബി തങ്ങൾ പറയാണ്, തഅറഫ് ഇലൈഹി ഫിർറഖാ. നിന്റെ സന്തോഷവും ആരോഗ്യമുള്ള സമയത്ത് നീ റബ്ബിന്റെ കൂടെ നിന്നാൽ യഅരിഫുക ഫിശ്ശിദ്ദ. നിന്റെ പ്രയാസമുള്ള സമയങ്ങളിൽ നിന്നെ സഹായിക്കാൻ അല്ലാഹു ഉണ്ടാകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ജീവിതത്തിന്റെ അവസാനം വരെ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവാൻ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളരാതിരിക്കാൻ, നമ്മുടെ പാദങ്ങൾ പതറാതിരിക്കാൻ വേണ്ടി സന്തോഷവും ആരോഗ്യവും സമ്പത്തുമുള്ള സമയങ്ങളിൽ അല്ലാഹുവിനെ മറക്കാതെ കണ്ണുകളും കൈകളും ശരീരങ്ങളും അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ജീവിക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.